പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കും എന്ന സൂചന നൽകി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടമാണ് നടന്നതെന്ന് സൈനിക വൃത്തങ്ങൾ. അതിർത്തിയിലെ പാക് പ്രകോപനത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, 21 ഭീകര കേന്ദ്രങ്ങളുണ്ട്. 9 എണ്ണത്തിന് നേരെയാണ് നമ്മൾ ആക്രമിച്ചത്. ഈ ആക്രമണം തുടരും എന്ന ഒരു സൂചന തന്നെയാണ് ഇതിൽ നിന്ന്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചത്. പിന്നീട് ഭാരതം എടുക്കുന്ന നിലപാടുകളും സൈന്യത്തിന് ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതും ഒക്കെയും വഴിവെക്കുന്നത് അതിലേക്ക് തന്നെയാണോ? വീണ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇനിയും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒപ്പം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്ന നയം അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ അടുത്ത ഘട്ടങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്നത്. കാരണം പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ ധാരാളമായുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആദ്യഘട്ടം വിജയകരമായി ഭാരതം പൂർത്തീകരിച്ചത്. നമുക്കറിയാം, ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനവും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനവും ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആദ്യഘട്ട പരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിയാൽകോട്ടിലെ ഹിസ്ബുൾ മുജാഹിദീൻ്റെ പരിശീലന കേന്ദ്രവും പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ വിവിധ ലോഞ്ചിങ് പാഡുകളും അത് കൃത്യമായി തന്നെ തകർത്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആദ്യഘട്ടം വിജയകരമായി നമ്മുടെ സൈന്യം പൂർത്തീകരിച്ചത്. ഇനിയും പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ താലോലിക്കുന്ന രീതി തുടരുകയോ ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വീണ്ടും ഏതെങ്കിലും രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് തുനിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കയറിയുള്ള ഈ സൈനികമായ നീക്കം ഭാരതം തുടരുമെന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് സേനാ വൃത്തങ്ങൾ നൽകുന്നത്. ഒപ്പം ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് തീർച്ചയായും അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂര് വിജയകരമായി തന്നെ ഭാരതം പൂർത്തീകരിച്ചു. അതിന് മറുപടി എന്ന നിലയിൽ പാകിസ്ഥാൻ ചെയ്തതാകട്ടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് രൂക്ഷമായ ഷെല്ലാക്രമണം രാത്രികാലങ്ങളിൽ നടത്തുകയായിരുന്നു. ഏതാണ്ട് 13 ദിവസമായി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷമുള്ള തുടർച്ചയായ 13 രാത്രികളിൽ നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ ജമ്മുവിലെ രാജ്യാന്തര അതിർത്തിയിലും പലതവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയും ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ എന്ന രീതിയിൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയൊരു പ്രത്യാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ മറുഭാഗത്ത് ചെയ്തത് പാക് റേഞ്ചേഴ്സ് അതിർത്തിയിൽ ഭാരതത്തിൻ്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതിലേതാണ്ട് 15 ജമ്മു കാശ്മീരിലെ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇന്നലെ രാത്രിയിൽ ഒരു സൈനികന് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശക്തമായ രീതിയിലുള്ള മറുപടി കരസേന നൽകുന്നു. അത് രൂക്ഷമായ രീതിയിൽ തന്നെ ഇനിയും നൽകണം എന്ന നിർദ്ദേശമാണ് അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള കരസേന യൂണിറ്റുകൾക്ക് നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയിൽ ഡൽഹിയിൽ ചില അടിയന്തര യോഗം നടന്നിരുന്നു. കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അതിർത്തിയിലെ സാഹചര്യങ്ങൾ കൃത്യമായി അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ സൈനിക യൂണിറ്റുകൾക്ക്, അതായത് ഈ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള സൈനിക യൂണിറ്റുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നത് ശക്തമായ മറുപടി പാകിസ്ഥാന് അതേ ഭാഷയിൽ തന്നെ നൽകണം എന്നുള്ളതാണ്. അതിനാൽ സേനാ വിന്യാസം നേരത്തെ തന്നെ അതിർത്തി പ്രദേശത്ത് ഭാരതം നടത്തിയിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഏതാണ്ട് 14 ദിവസക്കാലം തുടർച്ചയായി സൈനിക മൂവ്മെന്റുകൾ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ രാജ്യാന്തര അതിർത്തിയിലും കൃത്യമായി തന്നെ സേനാ വിന്യാസം ഭാരതം നടത്തിയിട്ടുണ്ട്. അതിനാൽ ഇങ്ങോട്ട് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണം അതിന് കൃത്യമായ മറുപടി നൽകുക എന്നത് തന്നെയാണ് സൈന്യത്തിന് മുന്നിലുള്ള ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കാരണം ഇതുവരെ നമ്മൾ നടത്തിയിരുന്ന ഒരു സ്ട്രാറ്റജി എന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നത് തന്നെയാണ്. അവിടെ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളോ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടോ ഒരു ആക്രമണം ഭാരതം ഈ ഘട്ടം വരെ നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളും ഇവിടുത്തെ സാധാരണക്കാരുടെ വീടുകളും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഷെല്ലാക്രമണമാണ്. അതിന് അതേ മറുപടി തന്നെ ആ രീതിയിൽ തന്നെ ശക്തമായി തിരിച്ചടിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഈ നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിയിലും വിന്യസിച്ചിട്ടുള്ള സേനാ യൂണിറ്റുകൾ. ഭാരതം കാണിക്കുന്ന മര്യാദ പാകിസ്ഥാൻ തിരിച്ചു കാണിക്കുന്നില്ല ഒരു ഘട്ടത്തിലും. ഇന്നലെയും ഉറി, പൂഞ്ച്, രജൌറി മേഖലകളിലൊക്കെയും കനത്ത ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ്. ഭാരതം എങ്ങനെ പ്രതിരോധിച്ചു നിന്നു, തിരിച്ചടിച്ചു?
വീണ, ഇന്നലെ രജൂരിയിലും പൂഞ്ചിലുമൊക്കെ വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി പാകിസ്ഥാൻ നടത്തി. പക്ഷേ ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഇതുവരെ സൈന്യം ഏതെങ്കിലും ഒരു നാശനഷ്ടം ഇന്നലെ രാത്രിയിൽ ഈ പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ കരാറിൽ ഉണ്ടായതായി നിലവിൽ പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ പുലർച്ചെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം, അതായത് ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ 9 ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ മിന്നൽ ആക്രമണത്തിന് മറുപടി എന്ന നിലയിൽ പാകിസ്ഥാൻ ചെയ്തതാകട്ടെ ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്നലെ പുലർച്ചെ വ്യാപകമായ ആക്രമണമാണ് നടത്തിയത്. പീരങ്കികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിവെപ്പ് പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങൾ നടത്തി. ആ ആക്രമണത്തിലാണ് 15 സാധാരണക്കാർക്ക് ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിക്ക് സമീപത്തുമായി ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു സൈനികനും ഇന്നലെ വൈകുന്നേരം, ഇന്നലെ സന്ധ്യാസമയത്തുണ്ടായിട്ടുള്ള വെടിവെപ്പിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതേസമയം ഇന്നലെ രാത്രിയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വെടിവെച്ചു. പക്ഷേ അതിൽ കാര്യമായൊരു നാശനഷ്ടം, അതായത് വീടുകൾ നഷ്ടപ്പെടുകയോ ആൾനാശം ഉണ്ടായതായോ ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വീണ, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു. ഗൗതം, സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടമെന്നൊക്കെ കാത്തിരിക്കുന്നതായിരിക്കുമോ നടക്കുക? അതോ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുക എന്നുള്ളതാണോ? അതിർത്തിയിൽ കൂടുതൽ ജാഗരൂകരായിരിക്കുന്നുണ്ട് നമ്മൾ. ഈ സർവകക്ഷി യോഗം ചേരുന്നത് എപ്പോഴാണ്? അതിന്റെ വിവരങ്ങൾ കൂടി. വീണ, 11 മണിക്ക് പാർലമെന്റിന്റെ അനക്സ് ഹാളിൽ വെച്ചാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ എല്ലാ കക്ഷി നേതാക്കളെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമായും 2 അജണ്ടയാണ് ഈ യോഗത്തിലുള്ളത്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അതായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം നമുക്കറിയാം ഒരു സർവകക്ഷി യോഗം ഇതിനകം കേന്ദ്ര സർക്കാർ വിളിച്ചിരുന്നു. അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലാണ് അന്ന് യോഗം നടന്നത്. ആ യോഗത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സാഹചര്യം എന്തായിരുന്നു, അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമ്മൾ തിരിച്ചടി നൽകും, ഇക്കാര്യങ്ങളൊക്കെ അന്നത്തെ യോഗത്തിൽ വിശദീകരിക്കുകയും പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകും എന്ന ഉറപ്പ് സർവകക്ഷി യോഗത്തിൽ അത് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. ഏതാണ്ട് 14 ദിവസങ്ങൾക്കിപ്പുറം കനത്ത പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നമുക്ക് നടത്താൻ സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ളൊരു വിശദീകരണം തീർച്ചയായും ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിനകത്ത് കേന്ദ്ര സർക്കാർ നടത്തും. ഒപ്പം നിലവിലെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം കൂടി ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. കാരണം നിലവിൽ അതിർത്തിയിലെ സാഹചര്യങ്ങൾ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനം ഉണ്ടാകുന്നു. ഭാരതത്തിന്റെ സൈന്യം അതിന് കനത്ത മറുപടി ഒരു ഭാഗത്ത് നൽകുന്നു. അങ്ങനെ അതിർത്തി പ്രദേശങ്ങളിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ചും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുമുള്ള വിശദീകരണമാകും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുക. രാവിലെ 11 മണിക്കാണ് ഈ യോഗം നടക്കുന്നത്. നമുക്കറിയാം മുൻപ് ഭാരതം നടത്തിയ പല സൈനിക നീക്കങ്ങൾ, പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഭാരതം ജെയ്ഷെ മുഹമ്മദിന്റെ ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്ക്, അതിനു മുൻപ് 2016 ഉറി ഭീകരാക്രമണ സമയത്ത് നമ്മുടെ സൈന്യം പാക് അധിനിവേശ ജമ്മു കാശ്മീരിലേക്ക് കടന്നു ചെന്ന് ഏതാണ്ട് നിയന്ത്രണ രേഖയിൽ നിന്നും 1 കിലോമീറ്റർ അകത്തേക്ക് ചെന്നുകൊണ്ട് സൈനിക ലോഞ്ചിങ് പാഡുകൾക്ക് നേരെ അന്ന് കമാൻഡോസ് നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക്, ആ ഘട്ടത്തിലൊക്കെ കോൺഗ്രസും അല്ലെങ്കിൽ രാജ്യത്തെ ചില പ്രതിപക്ഷ പാർട്ടികളും എടുത്ത സമീപനം എന്ന് പറയുന്നത് അത്തരമൊരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ അല്ലെങ്കിൽ അതിന് തെളിവില്ല എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ അന്ന് സൈന്യത്തിന് നേരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ തവണ ഈ മിന്നലാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാണ്. കൃത്യമായ തെളിവുകൾ കൂടി നിരത്തിക്കൊണ്ടുള്ള വലിയൊരു ആക്രമണമാണ് ഭാരതം ഈ ഘട്ടത്തിൽ നടത്തിയത്. മുൻപ് ജെയ്ഷെ മുഹമ്മദിന്റെ താവളം ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ രീതിയിലുള്ള മിന്നലാക്രമണത്തിൻ്റെതായ കൂടുതൽ ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങൾ അന്ന് സൈന്യം പുറത്തു വിട്ടിരുന്നില്ല. അതിനാൽ തന്നെ അന്ന് സൈന്യത്തിനെ അപമാനിക്കുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഭാഗത്ത് നിന്നും ആ കാലത്ത് ഉണ്ടായെങ്കിലും ഈ ഘട്ടത്തിൽ അത്തരം പ്രസ്താവനകൾക്കുള്ള സ്കോപ്പ് ഒന്നുമില്ലാത്ത രീതിയിൽ പൂർണ്ണമായി ഈ ആക്രമണത്തിൻ്റെ ചിത്രീകരണം ഉൾപ്പെടെ ഭാരതം ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. അതിനാൽ ഒരു രീതിയിലും
ഇത്തരം വിമർശനങ്ങൾ, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള വിമർശനങ്ങൾ പോലും ഉന്നയിക്കാൻ ഒരു അവസരം നൽകാതെയുള്ള നീക്കമാണ് സൈന്യം ഈ മിന്നലാക്രമണത്തിലൂടെ നടത്തിയത്. അതിനാൽ തന്നെ ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണയൊക്കെ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനാൽ ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും ഒരുപക്ഷെ സർക്കാരിനും സൈന്യത്തിനും പൂർണ്ണ പിന്തുണ തന്നെ നൽകുന്ന ഒരു സമീപനമാകും പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുക. ഗൗതം, പാകിസ്ഥാൻ ഇങ്ങനെ അവകാശപ്പെടുന്നത് എവിടെയാണ്? ഇക്കാര്യം ഭാരതത്തിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പാകിസ്ഥാൻ നീക്കം നടത്തുന്നുണ്ട് എങ്കിൽ തന്നെ അതുമായി എങ്ങനെ സഹകരിക്കണം എന്ന തീരുമാനമൊക്കെയും നേരത്തെ തന്നെ ഉണ്ടോ ഭാരതത്തിന്? വീണ, നിലവിൽ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പാകിസ്ഥാന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് സമ്പർക്കം നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച നടന്നതായോ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ മറ്റ് ഡിഫൻസ് മിനിസ്ട്രിയോ ഒന്നും തന്നെ അത്തരമൊരു വിശദീകരണം ഇതുവരെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. അത്തരത്തിലൊരു ചർച്ച നടന്നതായി ഒരു തരത്തിലുള്ള സ്ഥിരീകരണം ഭാരതം നൽകുന്നില്ല. മറിച്ച് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയാണ് ഈ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സമ്പർക്കം നടത്താൻ ശ്രമിച്ചു എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ വിശദീകരണം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഭാരതത്തിന്റെ പ്രത്യാക്രമണം പാകിസ്ഥാനെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളോ ഭീകരശക്തികളോ ഒരിക്കലും ഇത്രത്തോളം വലിയൊരടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ഭാരതം ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നത് പാകിസ്ഥാന് ബോധ്യമുള്ള കാര്യമായിരുന്നു. അതിനാൽ തന്നെ POJKയിലേക്ക് ഭാരതത്തിന്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ സൈന്യവും അവിടുത്തെ ഭീകര സംഘടനകളും നടത്തിയെങ്കിലും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ POJKയിലെ 5 ഭീകര കേന്ദ്രങ്ങളെ ചാമ്പലാക്കുന്ന രീതിയിലുള്ള മിസൈൽ വർഷം നടത്തിയത്. പക്ഷേ പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ കിടുകിട വിറപ്പിച്ച സംഭവം എന്ന് പറയുന്നത് പാക് അധിനിവേശ ജമ്മു കാശ്മീരിന് അപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ 4 സ്ഥലങ്ങളിൽ ഭാരതം നടത്തിയ മിന്നലാക്രമണം തന്നെയാണ്. അത് ലഷ്കർ ഇ തോയ്ബയുടെയും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും, കാരണം പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ തന്നെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ലഷ്കറിന്റെയും ജെയ്ഷയുടെയും ആസ്ഥാനങ്ങൾ, ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ബഹാവൽപൂരിലാണ്. അതുപോലെ തന്നെ മുറീക്കെ എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം, ഇതും രണ്ടും പഞ്ചാബ് പ്രവിശ്യയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് ഭാരതം നടത്തിയ മിന്നലാക്രമണം തീർച്ചയായും ഇസ്ലാമാബാദിനെ വലിയ തോതിൽ പ്രകമ്പനം കൊള്ളിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനാൽ തന്നെ ഒരുപക്ഷെ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും ഭാരതത്തിന്റെ ഈ പ്രത്യാക്രമണത്തിൽ ഭയന്നിട്ടുണ്ട്. അതിനാൽ പ്രശ്നപരിഹാരത്തിന് ഒരു പക്ഷേ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചില ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന പ്രതികരണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭാരതം അത്തരമൊരു കാര്യം ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അതായത് ഇത്തരം ഒരു ചർച്ച നടന്നതായി ഭാരതം എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. അപ്പോഴും അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നതിനെപ്പറ്റി സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് ഇത്തരം പ്രതികരണം പാകിസ്ഥാൻ നടത്തുമ്പോഴും മറുഭാഗത്ത് ഭാരതത്തിന് തിരിച്ചടി നൽകും എന്ന രീതിയിലുള്ള പ്രതികരണം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഓപ്പറേഷൻ സിന്ദൂരിന് വലിയ തോതിലുള്ള തിരിച്ചടി ഇന്ത്യക്ക് നൽകുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ആണെങ്കിലും ആ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ ഈ രീതിയിലൊരു സമ്പർക്കത്തിനും ചർച്ചയ്ക്കുമായി ശ്രമം നടത്തുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നത്. നമുക്കറിയാം, ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വാക്കും പ്രവൃത്തിയും തീർച്ചയായും 2 ദിശകളിലൂടെ പോകുന്ന ഒരു സ്വഭാവമാണ് പാകിസ്ഥാനുള്ളത്. അത് ആ രാഷ്ട്രം പിറന്നു വീണ കാലഘട്ടം മുതൽ തന്നെ നമ്മളത് കാണുന്നതാണ്. കാർഗിൽ യുദ്ധകാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാനിൽ ലാഹോറിലെത്തി അന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി സമാധാന ചർച്ച നടത്തുന്ന ഘട്ടത്തിലാണ് 99-ൽ കാർഗിൽ മലനിരകളിലേക്ക് പാകിസ്ഥാൻ ഭീകരവാദികളെ അയക്കുകയും പാക് ഭീകരവാദികൾ ആ പ്രദേശത്ത് നുഴഞ്ഞു കയറി പിന്നീട് അത് വലിയ രക്തരൂക്ഷിത യുദ്ധമായി മാറുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ലാഹോറിൽ സമാധാനത്തിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ സമാധാനത്തിന്റെ ആശയങ്ങൾ ഇരു രാജ്യത്തിൻ്റെയും തലവന്മാർ തമ്മിൽ പ്രചരിപ്പിക്കുന്ന
ഘട്ടത്തിൽ മറുഭാഗത്ത് കാർഗിൽ മലനിരകളിലേക്ക് ഭീകരവാദികളെ പറഞ്ഞയച്ച പാരമ്പര്യമുള്ള പാകിസ്ഥാന് വാക്കും പ്രവൃത്തിയും ഒരു തരത്തിലും ആത്മാർത്ഥതയില്ലാത്തതാണ്. അതിനാൽ തന്നെ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതേ പാതയിൽ ചിന്തിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നത് ഭാരതം വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിനാൽ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ സമ്പർക്കത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് തിരിച്ചടി നൽകുമെന്ന പ്രതികരണവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന മറ്റൊരു അപ്ഡേറ്റ്, പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിൽ പാകിസ്ഥാൻ കൂടുതൽ സേനാവിന്യാസം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്.